പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഓഗസ്റ്റ് 15 ആശംസകൾ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും നാം കൊണ്ടാടുകയാണല്ലോ. വചനഭാഗത്തിൽ നിന്നും 2 വചനങ്ങളാണ് വിചിന്തനങ്ങളായി നാം സ്വീകരിക്കുന്നത്. സർവജ്ഞനായ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 27-ാം വാക്യം. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യം 5. യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നാൽ തോന്നിയതുപോലെ ജീവിക്കലല്ല, മറിച്ച് സ്നേഹിക്കുന്ന മകനായി മകളായി ദൈവത്തിൻ്റെ പക്കലേക്ക് കട്ടഴിഞ്ഞ് വിമോചിതനായി ദൈവവചനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഉന്നതമായൊരവസ്ഥയാണ് സ്വാതന്ത്ര്യം. ഇതിലേക്ക് നമ്മെ നയിക്കുന്ന വചനാർത്ഥങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. അതിനു മുമ്പ് ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ദിവസം ഇവിടെ പറന്നു വന്ന് ക്ഷീണം നിറഞ്ഞൊരു കാട്ടുപക്ഷി. അതിന് പറക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ ശക്തിയില്ലായ്മ ചോർന്നുപോയ അവസ്ഥ ഉണ്ടായിരുന്നു. അതിനാൽ അതിനെ തൽക്കാലം ഒരു കൂട്ടിലാക്കി ഭക്ഷണവും പാനീയവും നൽകി പറക്കാൻ കെൽപ്പുള്ളതാക്കിയ ശേഷം കൂട് തുറന്ന് പറത്തിവിട്ടു. എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം? ഫ്രീഡം എന്ന് ഇംഗ്ലീഷിൽ നാം പറയുന്ന ആ വാക്ക് ജർമാനിക് ഉത്ഭവമാണെങ്കിൽ പ്രിയപ്പെട്ട എന്ന് പറയും. പ്രിയപ്പെട്ട, ഡിയർ. യൂറോപ്യൻ ഉറവിടമാണെങ്കിൽ അതിന് സ്നേഹം, ലവ് എന്ന് പറയും. ഗ്രീക്ക് ഭാഷയിൽ ലവ് ചെറിയ, അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യത്തോടെ ജനിക്കുക എന്നതാണ്. ലാറ്റിനിൽ ലിബർട്ടി എന്ന് പറയും, അത് ഫ്രീ എന്നാണ്. അതിൻ്റെ അർത്ഥം ഫ്രീ ആയിരിക്കുക എന്നാണ്. സംസ്കൃതത്തിൽ മോക്ഷം, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുമല്ലോ, അഴിച്ചുവിടുക. മലയാളത്തിൽ അതിന് സ്വാതന്ത്ര്യം എന്നാണ് പറയുക. തന്ത്രയിൽ നിന്നും തത്വങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം. ഹെബ്രായ ഭാഷയിൽ അതിന് ചോഫുഷി എന്നാണ് പറയുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണിത്. ഈ അർത്ഥങ്ങൾ അക്ഷരങ്ങളിലൂടെ നാം വായിക്കുമ്പോൾ അടിസ്ഥാനം പറക്കാനുള്ള, ഉയരാനുള്ള, ഒന്നിനാലും ഒരു സ്വാതന്ത്ര്യം തടയാത്ത, നമ്മെ സഹോദരനിലേക്ക് ഐക്യപ്പെടുത്തുന്ന, ദൈവത്തിലേക്ക് ഐക്യപ്പെടുത്തുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. അതിനായി മരുഭൂമിയിലേക്കൊക്കെ പറന്നു പോകാനുള്ള, സംരക്ഷിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ അതിന് പാടാൻ കഴിയില്ല, അതിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. കഴിവോളം അത് സംരക്ഷിക്കപ്പെടുന്നു, ഉദരത്തിൽ സംരക്ഷിക്കപ്പെടുന്നു, അമ്മയുടെ മടിയിൽ സംരക്ഷിക്കപ്പെടുന്നു. ആ കുഞ്ഞിന് ഉദരത്തിൽ വളരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അമ്മിഞ്ഞ പാൽ കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മടിയിൽ കിടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അമ്മയോടൊപ്പം മാമോദിസായ്ക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കരയാനുള്ള സ്വാതന്ത്ര്യം, ചിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വലുതാവുമ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ബഹുമാനിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം, ഡീസൻ്റായിരിക്കാനുള്ള സ്വാതന്ത്ര്യം, കൂട്ടിനുള്ള സ്വാതന്ത്ര്യം, കൂടിനുള്ള സ്വാതന്ത്ര്യം, വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, ദൈവവിളി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ദൈവത്തോട് കൂടെയായിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ആർക്ക് തടയാനാകും? അമ്മ പറഞ്ഞു, ഈശോ പറയുന്നത് പോലെ ചെയ്യൂ. ഒരു മകന്, ഒരു കുടുംബത്തിന് എന്താണ് നല്ലതെന്ന്, ഒരു രാജ്യത്തിന്, ഒരു വംശത്തിന് എന്താണ് നല്ലതെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിന് മനുഷ്യൻ നൽകണമോ? അവൻ ദൈവത്തെക്കാൾ ബലവാനോ? അമ്മ പറഞ്ഞത് കേൾക്കാൻ, അത് കേട്ട് ഈശോ പറയുന്നത് പോലെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതുവഴി, യേശുക്രിസ്തു വഴി ഏകദൈവത്തിന് എന്നേക്ക് മഹത്വമുണ്ടായിരിക്കുവാൻ ഈ ലോകത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം. അതിനെ വെല്ലുവിളിക്കുന്നത് പിശാചാണ്. വിശ്വാസത്തിനെതിരെയുള്ള സ്വരം പിശാചിൻ്റെ സ്വരമാണ്. ചങ്കലയിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നമുക്ക് കഴിയട്ടെ. ഭാരതത്തിന് കഴിയട്ടെ, ദേശത്തിന് കഴിയട്ടെ, സമൂഹത്തിന് കഴിയട്ടെ, സഭയ്ക്ക് കഴിയട്ടെ എന്ന ആശംസയോടെ നമുക്ക് വിശുദ്ധ കുർബാന തുടരാം, ആഘോഷിക്കാം. എല്ലാവർക്കും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനായി ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട
ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം മുനിഫീസ് ദേവൂസ് എന്ന പ്രഖ്യാപനം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.